മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്ന കാര്യത്തിൽ അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ. മെഡിക്കൽ കോളേജിന് കൈമാറുന്ന കാര്യത്തിൽ മക്കളുടെ അനുമതികൾ പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. അതുവരെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാനും നിർദ്ദേശം. മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേരള അനാട്ടമി നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ചാണ് ജസ്റ്റിസ് VG അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും ക്രിസ്ത്യൻ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇളയ മകൾ ആശാ ലോറൻസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ വാഹനത്തിന്റെ ക്രാഷ് ഗാർഡ് ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തി. ലോറി ഉടമ മനാഫിദ് അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. പുഴയിൽ നിന്ന് മറ്റൊരു ലോഹഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ നടന്ന തിരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേതല്ല എന്നാണ് സ്ഥിരീകരണം. പ്രാഥമിക പരിശോധനയിലാണ് അസ്ഥി മനുഷ്യന്റേതല്ല പശുവിന്റേതാണെന്ന് സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള കവർ ചിത്രം സാമൂഹിക മാധ്യമത്തിൽ നിന്ന് ഒഴിവാക്കി നിലമ്പൂർ MLA PV അൻവർ MLA. മുഖ്യമന്ത്രിയെ അനുഗമിച്ച് വേദിയിലേക്ക് കയറുന്ന ചിത്രമാണ് സമൂഹ മാധ്യമത്തിലെ കവർ ചിത്രമായി ഉണ്ടായിരുന്നത്. ജനങ്ങളോടൊപ്പം ഇടപഴകുന്ന ചിത്രമാണ് പുതുതായി ചേർത്തത്. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ പരാതി പറഞ്ഞ അൻവറിനെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് നടപടി. നിലമ്പൂരിൽ വനം വകുപ്പിന്റെ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനോട് കയർത്ത PV അൻവർ MLA. വനം വകുപ്പ് റേഞ്ചർ ഓഫീസറോടാണ് അൻവർ തട്ടിക്കയറിയത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. നിലമ്പൂർ അരുവാക്കോട് വനം ഓഫീസിലെ ഉദ്ഘാടനത്തിനെത്തിയ MLAയുടെ വാഹനം മാറ്റി നിർത്താൻ ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതാണ് അൻവറിനെ ചൊടിപ്പിച്ചത്. വാഹനം ആദ്യം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തെങ്കിലും മാറ്റിയിടണമെന്ന് പറഞ്ഞു. വീണ്ടും മാറ്റിയിട്ടപ്പോൾ അവിടെ നിന്നും മാറ്റിയിടാൻ പറഞ്ഞുവെന്നാണ് ആരോപണം. തൃശൂർ പൂരം അലങ്കോലമായത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയ ADGP MR അജിത് കുമാറിനെതിരെ വിമർശനവുമായി CPI മുഖപത്രം. പൂരം കലക്കാൻ ചുക്കാൻ പിടിച്ചത് അജിത് കുമാറാണെന്നാണ് വിമർശനം. അന്വേഷണ റിപ്പോർട്ടിനെതിരെ നേരത്തെ CPI നേതാക്കളും രംഗത്തെത്തിയിരുന്നു. പൂരം കലങ്ങിയതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് CPI ആരോപിക്കുന്നത്. RSS ബന്ധമുള്ള ADGPക്കെതിരെ നടപടിയെടുക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. കാലുകുത്താനിടമില്ലാതെ ജീവൻ പണയം വെച്ച് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ ജനങ്ങളുടെ ദുരിതയാത്ര. തിങ്ങി ുള്ള യാത്രയിൽ യാത്രക്കാർ കുഴഞ്ഞു വീണു. വേണാട് എക്സ്പ്രസിനും പാലരുവി എക്സ്പ്രസിനും ഇടയിലുള്ള സമയം വർദ്ധിപ്പിച്ചതും വന്ദേ ഭാരതിനായി പാലരുവി പിടിച്ചിടുന്നതുമാണ് ദുരിതയാത്രയ്ക്ക് കാരണമെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നു. മെമു സർവീസ് ഉടൻ തുടങ്ങണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാലാണ് മഴ ലഭിക്കുക. കാലവർഷം പിൻവാങ്ങൽ ആരംഭിച്ചതായും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു അതിഷി മുഖ്യമന്ത്രിയായത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 4 മാസം അതിഷി പദവിയിലുണ്ടാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒഴിഞ്ഞ കസേര അതിഷി തന്റെ സീറ്റിനടുത്തായി ഓഫീസിൽ സ്ഥാപിച്ചു. കെജ്രിവാളിന്റെ അടയാളമായാണ് കസേര സ്ഥാപിച്ചതെന്ന് അതിഷി പറഞ്ഞു. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതി. ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഈ വിധി. പലസ്തീന് ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിലെ ന്യൂയോർക്കിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. ഗാസയിലെ ജനദുരിതത്തിൽ മോദി കടുത്ത ആശങ്ക അറിയിച്ചു. ദ്വിരാഷ്ട്ര പരിഹാര നയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ പേജർ ആക്രമണത്തിന് സമാനമാണ് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ നേർക്കുമുണ്ടായതെന്ന് വെളിപ്പെടുത്തൽ. ഇറാൻ പാർലമെന്റ് അംഗമായ അഹമ്മദ് ബക്ഷായഷ് ആർദസ്താനിയാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന തരം പേജർ റയീസിയുടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത്. ലാലിഗയിൽ മുന്നേറ്റം തുടർന്ന് ബാഴ്സലോണ. വിയാറയലിനെതിരെ 5-1 കാറ്റലിൻസിന്റെ വിജയം. മത്സരം വിജയിച്ചതോടെ ലാലിഗ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം നിലനിർത്താൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞു. ഒരു മത്സരം പോലും ലാലിഗയിൽ ബാഴ്സ ഈ സീസണിൽ തോറ്റിട്ടില്ല. 6 മത്സരത്തിൽ 6 വിജയിച്ചാണ് ബാഴ്സയുടെ മുന്നേറ്റം.